സോ മേ ബി നെക്സ്റ്റ് ഇയർ റെഡ് കാർപ്പറ്റിൽ ഇതായിരിക്കാം ഒരു പുതിയ സ്റ്റൈൽ. വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലേ ഇത്. ഇന്നലെ ഞാൻ US വന്നപ്പോൾ കൊണ്ടുവന്നാണിത്. കരിമാഷി ആദ്യമായിട്ടാണ് പറഞ്ഞെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു തമാശ വീഡിയോ ആണ്. തമാശ എന്ന് പറയാൻ പറ്റില്ല, നമ്മളിപ്പോൾ ഈ 5 minute ക്രാഫ്റ്റ് ഒക്കെ കാണാറുണ്ടല്ലോ, അതിൽ ഡ്രസ്സ് ഉണ്ട്, പിന്നെ എന്താണ് മേക്കപ്പ് ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലിപ്പോൾ മിക്കവരും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അങ്ങനത്തെ ഒരു ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ ഞാനും വിചാരിച്ചു ഓക്കെ അത് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ആ ഒരു ഡ്രസ്സിന്റെ ഹാക്ക് എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഞാനൊരു 5 ഹാക്കാണ് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അവര് ചെയ്യുമ്പോൾ നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്, അത് നന്നായിട്ട് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇന്നിപ്പോ അതാ ഇവിടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. എന്തൊക്കെയാണ് ഓരോരുത്തർ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഹാക്ക്, ഇത് ഒരു ട്യൂബ് ഡ്രസ്സ്, നമുക്കൊരു സ്കേർട്ട് ഉണ്ടെങ്കിൽ അത് ട്യൂബ് ഡ്രസ് ആക്കി ഇടുകയാണ് ആൾ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഇത് മിന്ത്രന്നാണ് കേട്ടോ ഈ സ്കേർട്ട്. ഇത് പാന്തലൂൺസിന്റെ ആണ്. എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ബെൽറ്റ് കെട്ടണം. ബെൽറ്റ് കിടിലം ബെൽറ്റ് ഒക്കെ എന്തായാലും കിട്ടുന്നുണ്ട്. ഓക്കെ, ബെൽറ്റ് കെട്ടി. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട. ഓക്കെ, ഇനി ജാക്കറ്റ്. ഓക്കെ, എങ്ങനെയുണ്ട്? ലുക്കായ? പക്ഷെ സത്യം പറഞ്ഞാൽ കൊള്ളാട്ടോ, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് രസമുണ്ട് കാണാൻ വേണ്ടി. ക്യാരി ചെയ്യാം നമുക്കിത്. എന്നാലും ടീഷർട്ട് ഒക്കെ മാറ്റിയിട്ടിട്ട് ഞാൻ ടോട്ടലി നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓക്കെ, കൊള്ളാല്ലേ? കണ്ടോ, രസമുണ്ട്. സോ ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 5-ൽ 4 മാർക്കും കൊടുക്കാന്ന്. കാരണം അറിയില്ലല്ലോ സ്കേർട്ട് ആണെന്നല്ലേ. ജസ്റ്റ് ഇങ്ങനെ ജാക്കറ്റ് ഇട്ട് ബെൽറ്റ് ആഡ് ചെയ്താ കിടിലല്ലേ. സോ ഇതില് ഞാൻ 5-ൽ 4 കൊടുക്കും കേട്ടോ. കിടിലൻ ഐഡിയ. ഓക്കെ, അടുത്തത് ഇതാ കണ്ടോ, ഷർട്ട് തിരിച്ച് ഷർട്ട് സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് വേറെ രീതിയിൽ ഇട്ടിട്ട് ഒന്ന് ടോപ്പ് ആക്കി സ്റ്റൈൽ ചെയ്യാണ്. പുള്ളിക്കാരി ഇട്ടിട്ട് കൊള്ളാം അല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അല്ലേ. ഇവിടുത്തെ ബട്ടണൊന്നും ഇടാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പൊ ഷർട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഇതെടുക്കുക. ഓക്കെ, ഇതെടുക്കുക. എന്നിട്ട് സൈഡിലേക്ക് ഇങ്ങനെ കിട്ടുക. ഓക്കെ, സോ ഇതൊരു കൂൾ ടോപ്പ് ആയി എന്നാണ് അവർ പറയണത്. എന്തായാലും നമുക്ക് ടീഷർട്ട് മാറ്റിയിട്ട് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല അല്ലേ, ഒരു ഡിഫറെന്റ് സ്റ്റൈൽ. ഇതെനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാത്തൊരു ഹാക്ക് കുഴപ്പമില്ല തോന്നുന്നു. എന്താണ് ഡിഫറെന്റ് ഒരു ഷർട്ടിന്റെ ഡിഫറെന്റ് സ്റ്റൈലിങ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ദീപിക പദുകോണൊക്കെ ഇങ്ങനെ ഞാൻ ഏതോ ഒരു പിക്കിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുന്നത്. ദീപിക പദുകോണ ഒരെണ്ണത്തിൽ എന്തോ ഇങ്ങനെ പോസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ പറയട്ടോ. ഇനി അടുത്തത് ഇതാ ഷോൾ വെച്ചിട്ട് കണ്ടോ ടോപ്പ് ഇടുന്നത്. കൊള്ളാല്ലേ, അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അല്ലേ. ചെറിയ ക്രോപ്പ് ടോപ്പ് പോലെ ഉണ്ട്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാലോ. ഞാൻ തന്നെ മ്യൂസിക് ഇടാണ്.
ഓക്കെ, അരയിൽ കെട്ടാൻ പോവാണ്. അരയിൽ കെട്ടിയിരിക്കുന്നു. ഇനി ബാക്കിലുള്ള ഇതെടുത്തിട്ട് ഇതാ ഇത് ഇതിൻ്റെ ഈ ഭാഗം ഫ്രണ്ടിലത്തെ അല്ല കേട്ടോ, ബാക്കിലത്തെ ഈ 2 ഭാഗം എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ കൂട്ടി കെട്ടുന്നു. ഇതിൽ ഒരു തുമ്പ് ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുന്നു. ഡൺ. ഓക്കെ, ഇനി ഫുൾ തിരിക്കട്ടെ. നേരെ ബാക്കിൽ ഫ്രണ്ടിൽ വന്നു കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടി വേണം. പറ്റില്ല, ഈ ഹാക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇത് പൊട്ട ഹാക്കാണ്. ഇത്രയും കയറും. മേ ബി എനിക്കോട് കുറച്ച് നല്ല മെലിഞ്ഞിട്ടിൽ ആർക്കെങ്കിലും ചിലപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ പറ്റിയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പം എന്നെ പോലെ ഒരു തടിയൊക്കെയുള്ള ആളാണെങ്കിൽ പറ്റും തോന്നുന്നില്ല. ഈ ഹാക്ക് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ആദ്യത്തെ ഹാക്കാണ് വർക്ക് ചെയ്യാത്തത്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന് 5ൽ 0 മാർക്ക് വേണ്ട, 1 മാർക്ക് കൊടുത്തേക്കാം. മേ ബി കുറച്ച് എന്താണ് എൻ്റെ ബോഡിയുടെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ കുറച്ചും കൂടി നീളമുള്ള ഷോൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. ബട്ട് ഹാക്ക്. ഇനി ഈ വരുന്ന ഹാക്കാണ് ഹാക്ക്. നമ്മളുണ്ട് പാവം പുള്ളിക്കാരി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബീച്ചിൽ പോയപ്പോൾ ബിക്കിനി എടുക്കാൻ മറന്നു പോയിന്നോണം ടോപ്പ്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരിയുടെ ബോട്ടം വെച്ചിട്ട് ഇത് ചെയ്യാണ്. സംഭവം കൊള്ളാല്ലേ, എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഹെവി ബെസ്റ്റ് ആയതുകൊണ്ട് വർക്ക് ആവുമെന്ന് അറിയില്ല. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ ഇങ്ങനെ എടുത്തു. കണ്ടാ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇതിങ്ങനെ എടുത്തു. എന്നിട്ട് ഇതാ കഴുത്തി കൂടി ഇങ്ങനെ ഇടുന്നു. എന്നിട്ട് പുള്ളിക്കാരി ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് എടുത്തത് അല്ലേ? ഓക്കെ, എന്നിട്ട് സൈഡിലെ ഈ ഒരു ഇതിൽ കൂടി ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ ഓക്കെ ഉണ്ട് അധികമേ. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കുന്നു. അതിനുശേഷം എന്താ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കുന്നു. ഓ മൈ ഗോഡ്, എൻ്റെ പൊന്നെ പൊളിച്ച് നോക്ക്. ഓക്കെ, ഇനി ഇത് ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടുന്നു. മൈ ഗുഡ്നെസ്, കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അത്. പക്ഷെ എനിക്ക് തോന്നുന്നു വീക്ക് നെക്കിന് മാത്രമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പൊളിച്ചല്ലേ? ഞാൻ എന്തായാലും ഒരു വീനൊക്കെ ഇട്ടെന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത്. ആരെങ്കിലും പറയുമോ ഇത് പാൻറ്റിയാന്ന്? ഇങ്ങനെ ഞാൻ US വന്നപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ പുതിയ സ്ലിപ്പ്. എങ്ങനെയുണ്ട്? കൂൾ. 5ൽ 5 ആണ് കേട്ടോ ഈ ഒരു ഹാക്കിന്. ഓ, എന്തായാലും അത് അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇതെനിക്ക് മിക്കവാറും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ വലിഞ്ഞു കയറുന്നത് കണ്ടോ? PJs into a look. Slip the pants off and put both legs into one side. Now pull them up over your chest. Take the unused pant leg, scrunch it up, and slide your head through. Whoa! Super stylish for PJs. That's സംഭവം കൊള്ളാം. ടോപ്പ് അടിപൊളി, നല്ല ലുക്കായിട്ടുണ്ട്, നല്ല ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് സുഖമാണല്ലേ? രാവിലെ എഴുന്നിട്ട് അപ്പൊ തന്നെ അത് ഇട്ട ഡ്രസ്സേ പാടി തന്നെ മുകളിലേക്ക് എടുത്തിടുക, റെഡി ആവുക, പോവുക. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. വലിഞ്ഞ് കയറുകയാണ്. ഓക്കെ,
എൻ്റെ പലാസോ എന്തായാലും ഇവിടെ വന്ന് നിന്ന് കേട്ടോ, മുകളിലേക്ക് വലിച്ചിട്ട് വരുന്നില്ല. ഇതൊട്ടും കോട്ടൺ ആണ്, മറ്റേ ബനിയൻ ടൈപ്പ് പലാസോൻ്റെ ഇല്ല. അപ്പോൾ ഈ ഹാക്ക് പകരം ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ആക്കുകയാണ്. ഉണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ കിടന്നോട്ടെ, ഇതൊരു സ്റ്റൈൽ. ഈ ഒരു ഇതിങ്ങനെ കിടന്നോട്ടെ, റെഡ് കാർപ്പറ്റിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് നടന്നു പോകാമല്ലോ. സോ മേ ബി നെക്സ്റ്റ് ഇയർ റെഡ് കാർപ്പറ്റിൽ ഇതായിരിക്കാം ഒരു പുതിയ സ്റ്റൈൽ. സോ ഇതും കുറച്ച് മെലിഞ്ഞവർക്ക് എനിക്ക് തോന്നുന്നു, മെലിഞ്ഞവർക്കും പിന്നെ കുറച്ചും കൂടി ഇങ്ങനത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അതായത് മറ്റേ ബനിയൻ സ്റ്റഫ് പലാസോ ഒന്ന് സ്ട്രെച്ച് ആവുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ തോന്നുന്നു. ഇത് കോട്ടൺ ആയതുകൊണ്ടാണ് അത് പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതാ കണ്ടില്ലേ വീഡിയോ എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തമാശയായിട്ട് എടുത്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി, പക്ഷേ ഞാൻ പറയില്ല, ട്യൂബ് ഡ്രസ്സും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.